ഒരു അനുഭവം കൊണ്ട്, ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എക്സ്പാൻഡ് ആയ ഒരു മനസ്സിന് അതിന്റെ പഴയ ഡയമെൻഷനിലോട്ട് ചുരുങ്ങി പോകാൻ വേണ്ടി പറ്റില്ല. ഒന്നുകിൽ അവിടെ തന്നെ സ്റ്റാഗ്നന്റ് ആയി സസ്റ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു എക്സ്പീരിയൻസ് വരുമ്പോൾ അവിടെ നിന്നും മുകളിലോട്ട് പോകാം. താഴോട്ട് പോകാൻ പറ്റില്ല. ഇനി അങ്ങനെ നിങ്ങളൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് നിൽക്കുന്നതായിരിക്കാം, കുറച്ച് നാൾ അതേ ഇതിൽ പോയി കഴിഞ്ഞാൽ സ്റ്റാഗ്നന്റ് ആയി കഴിഞ്ഞാൽ ബോറടിക്കാൻ തുടങ്ങും, വിരക്തി വരാൻ തുടങ്ങും. ഒരു സമയത്ത് ഞാൻ ആലോചിച്ചു, ഇത് എഴുതുന്ന സമയത്ത് ഇത് ഫിനാൻഷ്യൽ അവസ്ഥയായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന്. നമുക്കൊരു 50,000 രൂപ കിട്ടി ജീവിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു 1,50,000ലേക്ക് അങ്ങനെ ഒരു ഹൈ കിട്ടി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അയാൾക്ക് ഓർക്കാൻ പോലും പറ്റില്ല പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. യു ആർ അഡാപ്റ്റഡ് ടു ദാറ്റ് ഐഡിയ. പിന്നെ അവിടുന്ന് എക്സ്പാൻഡ് ആവാനേ പറ്റുള്ളൂ എന്നാണ്. സോ വെൻ ഇറ്റ് കംസ് ടു ഹൈ, ഇത് തന്നെയല്ലേ ലൈഫ്. അപ്പോൾ ഇവൻച്വലി അതിന്റെ ഫ്രീക്വൻസി കുറയാൻ തുടങ്ങി. ഭാഗ്യത്തിന് അതൊരു അബദ്ധമാവുന്നില്ല എന്ന് മനസ്സിലാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആക്കുന്നത്. ആ ലെവലിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു നിങ്ങൾ സേഫ് ആണെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്താ അറിയാതെ ഒരു അഹങ്കാരം വരാൻ തുടങ്ങുമോ, ഇതൊക്കെ എന്തെന്നുള്ള സാധനം വരാൻ തുടങ്ങും. അത് വന്നു. ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് എപ്പോഴും പേടിയായ ഒരു ഇൻസെക്യൂരിറ്റി എല്ലാം ഉണ്ട്, വിച്ച് ഈസ് അവിടെ എന്തോ ഇമ്പ്രൂവ് ആവാനുള്ള സാധ്യതയുണ്ട്. അതില്ലാത്ത ദിവസം പേടിക്കണം.